നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ? ഭഗവാനോടുള്ളൊരു അടുപ്പം കുറഞ്ഞോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നിയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ എടുത്തൊരു ഡിസിഷനാണ് ഇനി സമയം കിട്ടുമ്പോഴൊക്കെ അമ്പലത്തിൽ പോകണം എന്നുള്ളത്. ബിക്കോസ് കല്യാണത്തിന് മുന്നേ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു തൊട്ടടുത്ത് അമ്പലമുള്ളിടത്തോട്ട് കല്യാണം കഴിച്ച് പോയിരുന്നെങ്കിൽ എന്നും അമ്പലത്തിൽ പോകുമായിരുന്നല്ലോ എന്നൊക്കെ. പക്ഷെ നമ്മുടെ തൊട്ടടുത്തെന്ന് വെച്ചാൽ 2 ചുവട് വെച്ചാൽ നമ്മുടെ അമ്പലമായി. അത്ര അടുത്തുണ്ടായിട്ടും വല്ലപ്പോഴും കൂടെയൊക്കെ പോകാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഡിസിഷൻ ഞാനായിട്ട് തന്നെ മാറ്റി എൻ്റെ ന്യൂ ഇയർ റിസൊല്യൂഷനിൽ എടുത്തൊരു തീരുമാനം കൂടിയാണ് സമയം കിട്ടുമ്പോഴൊക്കെ ഇനി അമ്പലത്തിൽ പോകണം എന്നുള്ളത്. അങ്ങനെ ആ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ഒരു ക്വിക്കായിട്ട് എടുത്തൊരു ഡിസിഷനായിരുന്നു അന്നത്തെ അമ്പലം വിസിറ്റ്. അത് പെട്ടെന്നൊരു ദിവസം ഒരു മോർണിംഗ് ഷിഫ്റ്റ് കിട്ടി. അങ്ങനെ വന്നു, കുളിച്ച് റെഡിയായി, പെട്ടെന്ന് തന്നെ പോവായിരുന്നു. ഈവൻ ഹി വാസ് ഷോക്ക്ഡ് ബിക്കോസ് അവനറിയാം ഞാൻ അവനില്ലാണ്ട് എങ്ങും തന്നെ പോകാറില്ലാത്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു പുതിയ തീരുമാനത്തിൽ അവനും ഷോക്കായി പോയിരുന്നു. പക്ഷേ വാസ് വെരി ഹാപ്പി വിത്ത് ദിസ് ഡിസിഷൻ. അങ്ങനെ അമ്പലത്തിൽ പോയി തിരിച്ച് വന്നിട്ട് നമ്മൾ പെട്ടെന്നൊരു ചായയൊക്കെ ഇട്ടു. ചായ കുടിച്ചുകൊണ്ട് കുറച്ച് നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു. സത്യത്തിൽ കണ്ടിന്യൂസ് ഈവനിങ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു മൊമെൻറ്റ്സൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര റെയറായിരുന്നു ഈയിടെയായിട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ആ ഒരു മൊമെൻറ്റിൻ്റെ വാല്യൂ കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നും ചായ കുടിച്ചും പുതിയ ന്യൂ ഇയറിൻ്റെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു റെസൊല്യൂഷൻസ് പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തുമൊക്കെ ആ ഒരു ഈവനിങ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിട്ടോ. പീസ്ഫുൾ, കാം ആൻഡ് സ്ലോ ഈവനിങ് ആയിരുന്നു. ഇറ്റ് വാസ് ഒരു എന്താ പറയുക, കുറേ നാളുകൾക്ക് ശേഷം അങ്ങനത്തെ ഒരു ഈവനിങ് കിട്ടിയത് കൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു. ഈവൻ അതിനെപ്പറ്റി പറയുമ്പോഴും ഓർക്കുമ്പോഴും കൂടെ നല്ലൊരു ഫീലാണ്. താങ്ക് യു ഫോർ എവറിത്തിങ്.